കുവൈത്തിലെ അവർ ലേഡി ഓഫ് അറേബ്യ ദേവാലയം ഇനി മൈനർ ബസിലിക്ക പദവിയിലേക്ക്. കുവൈറ്റിലെ അഹമ്മദിയിലെ അവർ ലേഡി ഓഫ് അറേബ്യ ദേവാലയത്തിന് മൈനർ ബസിലിക്ക എന്ന വിശിഷ്ടമായ പദവി നൽകിയതായി പരിശുദ്ധ പിതാവ് ലിയോ 14 പാപ്പ ദ ഡൈക്കാസ്ട്രി ഫോർ ഡിവൈൻ വർഷിപ്പ് ആൻഡ് ദ ഡിസിപ്ലിൻ ഓഫ് സാക്രമെൻറ്റ്സിൻ്റെ ഉത്തരവിലൂടെ പ്രഖ്യാപിച്ചു എന്ന വിവരം അപ്പസ്തോലിക് വികാരിയേറ്റ് ഓഫ് നോർത്തേൺ അറേബ്യ സന്തോഷപൂർവ്വം അറിയിക്കുന്നു. അറേബ്യൻ മണ്ണിലെ ആദ്യത്തെ സംഭവം എന്ന ചരിത്ര പ്രാധാന്യമുള്ള ഈ അംഗീകാരം പ്രാദേശിക കത്തോലിക്ക സമൂഹത്തിൽ അഹമ്മദി ദേവാലയത്തിനുള്ള ആഴമേറിയ ആത്മീയവും അജപാലനപരവുമായ പ്രാധാന്യം അടിവരയിടുന്നു. കുവൈത്തിലെയും മൊത്തത്തിലുള്ള അറേബ്യൻ ഉപഭൂഖണ്ഡത്തിലെയും കത്തോലിക്ക വിശ്വാസികളുടെ ആത്മീയ ജീവിതത്തിൽ ഈ ദേവാലയത്തിനുള്ള അനന്യവും അതിവിശിഷ്ടവുമായ പങ്ക് തിരിച്ചറിഞ്ഞ അപ്പസ്തോലിക് വികാരി ബിഷപ്പ് ആൽഡോ ബെറോഡി OSST സമർപ്പിച്ച അപേക്ഷയുടെ അടിസ്ഥാനത്തിലാണ് ഈ അംഗീകാരം ലഭിച്ചിരിക്കുന്നത്. ബിഷപ്പിൻ്റെ കർമ്മമണ്ഡലത്തിലെ ഒരു നാഴികക്കല്ലായ ഈ അംഗീകാരം കത്തോലിക്ക സഭയുടെ ഗൾഫിലുള്ള വളർച്ചയുടെ ഒരു പ്രതിബിംബം കൂടിയാണ്. ഈ പ്രഖ്യാപനം അഹമ്മദി ദേവാലയത്തിലെ വൈദികരുടെയും പാരിഷ് കൗൺസിലിൻ്റെയും കൂട്ടായ പ്രവർത്തനത്തിൻ്റെ ഫലമാണ്. ഇടവക വികാരിയായ ബഹുമാനപ്പെട്ട റോസിൻ അച്ഛനും ടീമും സമർപ്പിച്ച ഡോക്യുമെൻറ്റിൻ്റെ അടിസ്ഥാനത്തിലായിരുന്നു ഈ തീരുമാനമെടുത്തത്. മൈനർ ബസിലിക്ക എന്ന പദവി പരിശുദ്ധ പിതാവ് നൽകുന്നത് പ്രത്യേകിച്ച് അജപാലനപരവും ആരാധനാപരവുമായ പ്രാധാന്യമുള്ളതും ചരിത്രപരവും ആത്മീയപരവും രൂപകൽപ്പന പ്രകാരം എന്തെങ്കിലും വിശേഷമുള്ളതുമായ ദേവാലയങ്ങൾക്കാണ്. മൈനർ ബസിലിക്ക എന്ന പദവി ലഭിച്ച ദേവാലയങ്ങൾക്ക് പാപ്പയുമായി ഒരു പ്രത്യേക ബന്ധമുണ്ടാകും. മൈനർ ബസിലിക്കയ്ക്ക് ലഭിക്കുന്ന ചില വിശേഷ അധികാരങ്ങളും ധാർമ്മിക ബാധ്യതയും ഈ ബന്ധത്തെ ഉദ്ഘോഷിക്കുന്നു. പാപ്പയുടെ ആധിപത്യത്തിൻ്റെ ചിഹ്നമായ ക്രോസ്റ്റിക്കീസ്, ഓംബ്രില്ലീനോ, പാപ്പയെ ചൂടിക്കുന്ന ചുവപ്പും സ്വർണവും നിറമുള്ള കുട, പാപ്പയുടെ വരവിനെ സൂചിപ്പിക്കുന്ന ടെൻറ്റിനാബൂൾ, ഈ ദണ്ടിലുള്ള ബെൽ തുടങ്ങിയവ സൂചിപ്പിക്കാനും പ്രദർശിപ്പിക്കാനും അവകാശമുണ്ട്. പതിറ്റാണ്ടുകളായി കുവൈറ്റിലും ഗൾഫിലും ഉടനീളമുള്ള കത്തോലിക്ക വിശ്വാസികൾക്ക് ഈ ദേവാലയം ഒരു ആത്മീയ ഭവനമായും ഐക്യത്തിൻ്റെ പ്രതീകമായി മാറി. ഊർജ്ജസ്വലവും വൈവിധ്യപൂർണവുമായ ഒരു കത്തോലിക്ക ജനതയ്ക്കിടയിൽ വിശ്വാസത്തിൻ്റെ ഒരു ദീപസ്തംഭമായും മരിയൻ ഭക്തിയുടെ കേന്ദ്രമായി നിലകൊള്ളുന്ന ഈ ദേവാലയം ഗൾഫ് രാജ്യത്തുടനീളമുള്ള തീർത്ഥാടകരെ ആകർഷിക്കുന്നു. ദേവാലയത്തിന് ലഭിച്ച ഈ ഉയർച്ച പരിശുദ്ധ കന്യകാമറിയത്തോടുള്ള അവോണയുടെ ആഴമേറിയതും നിലനിൽക്കുന്നതുമായ ഭക്തിയെ സ്ഥിരീകരിക്കുകയും പരിശുദ്ധ പിതാവിനോടുള്ള ഈ ദേശത്തിൻ്റെ ആത്മീയ അടുപ്പത്തെ ഉയർത്തിക്കാണിക്കുകയും ചെയ്യുന്നു. മതന്യൂനപക്ഷം ആകുന്നതിൻ്റെ വെല്ലുവിളികൾക്കിടയിലും ഗൾഫിൽ തഴച്ചു വളരുന്ന ഊർജ്ജസ്വലമായ മരിയൻ ആത്മീയതയ്ക്ക് പരിശുദ്ധ സിംഹാസനം നൽകുന്ന അംഗീകാരമാണിത്. അറേബ്യൻ ഉപഭൂഖണ്ഡത്തിലെ കത്തോലിക്ക വിശ്വാസികളുടെ രക്ഷാധികാരിയും ആത്മീയ അമ്മയുമായ അവർ ലേഡി ഓഫ് അറേബ്യയ്ക്ക് മൈനർ ബസിലിക്ക എന്ന പദവി ഒരു ആദരവാണ്. പരിശുദ്ധ പിതാവുമായുള്ള വികാരിയേറ്റിൻ്റെ ബന്ധത്തെ ഇത് കൂടുതൽ ആഴപ്പെടുത്തുന്നു. പ്രാന്തപ്രദേശങ്ങളിൽ പോലും കത്തോലിക്ക വിശ്വാസികൾ സാർവത്രിക സഭയോട് ഹൃദയപൂർവ്വം എത്രമാത്രം ഐക്യപ്പെട്ടിരിക്കുന്നു എന്നതിൻ്റെ ഓർമ്മപ്പെടുത്തൽ കൂടിയാണിത്. വിശുദ്ധ പത്രോസിൻ്റെ സിംഹാസനത്തിൻ്റെ തിരുനാൾ, വിശുദ്ധ പത്രോസിൻ്റെയും പൗലോസിൻ്റെയും തിരുനാൾ, പാപ്പയുടെ തിരഞ്ഞെടുപ്പിൻ്റെ വാർഷികം എന്നിവ ഭക്തിയാദരപൂർവ്വം ആഘോഷിക്കേണ്ടതാണ്. ലിറ്റർജി കാറ്റക്കിസം, പാപ്പയോടുള്ള ആദരവ് എന്നിവയിൽ ഈ ദേവാലയങ്ങൾ മറ്റുള്ളവർക്ക് മാതൃക അയക്കേണ്ടതാണ്. 1948 ഡിസംബർ 8 പരിശുദ്ധ അമ്മയുടെ നാമധേയത്തിൽ ഒരു ചാപ്പൽ സ്ഥാപിച്ചതിനെ തുടർന്നാണ് അവർ ലേഡി ഓഫ് അറേബ്യ ദേവാലയത്തിൻ്റെ ചരിത്രം ആരംഭിക്കുന്നത്. പിന്നീട് 1957 കുവൈറ്റ് ഓയിൽ കമ്പനിയിൽ ജോലി ചെയ്യുന്ന പ്രവാസികളായ കത്തോലിക്ക വിശ്വാസികളുടെ ആത്മീയ ആവശ്യങ്ങൾക്ക് വേണ്ടി KOC അധികൃതർ നിലവിലുള്ള ഈ ദേവാലയം നിർമ്മിച്ചു. 1949 12ാമൻ പാപ്പ റോമിൽ വെച്ച് ആശീർവദിച്ച് ഇവിടെ സ്ഥാപിച്ച അവർ ലേഡി ഓഫ് അറേബ്യയുടെ സ്റ്റാച്യു 2011 ജനുവരി 16 പരിശുദ്ധ പിതാവ് ബെനഡിക്ട് 16 പാപ്പയ്ക്ക് വേണ്ടി അഭിവന്ദ്യ കർദിനാൾ ആൻ്റണി കാനിസാരസ് ലൊവേറ ഈ ദേവാലയത്തിൽ കിരീടധാരണം ചെയ്തു. നമ്മുടെ ദേവാലയത്തെ ഏറ്റവും പ്രാധാന്യമുള്ള ഒരു മരിയൻ ദേവാലയമായി അടയാളപ്പെടുത്തുകയും ചെയ്തു. നമുക്ക് ലഭിച്ച അത്യപൂർവ നേട്ടമാണിത്. അറേബ്യൻ ഉപഭൂഖണ്ഡത്തിലെ 2 അപ്പസ്തോലിക് വികാരിയേറ്റുകളെയും ഉൾപ്പെടുത്തി ലേഡി ഓഫ് അറേബ്യയെ പിന്നീട് ഗൾഫിൻ്റെ മുഖ്യ രക്ഷാധികാരി പ്രഖ്യാപിച്ചു. അങ്ങനെ ഇവിടെ കത്തോലിക്ക വിശ്വാസം അതിൻ്റെ അത്യുജ്വലതയിൽ തെളിഞ്ഞു. പതിറ്റാണ്ടുകളായി കുവൈറ്റിലും ഗൾഫിലും ഉടനീളമുള്ള കത്തോലിക്ക വിശ്വാസികൾക്ക് ഈ ദേവാലയം ഒരു ആത്മീയ ഭവനമായും ഐക്യത്തിൻ്റെ പ്രതീകമായി മാറി. ഊർജ്ജസ്വലവും വൈവിധ്യപൂർണമായ ഒരു കത്തോലിക്ക ജനതയ്ക്കിടയിൽ വിശ്വാസത്തിൻ്റെ ഒരു ദീപസ്തംഭമായും മരിയൻ ഭക്തിയുടെ കേന്ദ്രമായി നിലകൊള്ളുന്ന ഈ ദേവാലയം ഗൾഫ് രാജ്യത്തുടനീളം ഉള്ള തീർത്ഥാടകരെ ആകർഷിക്കുന്നു.